വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് പഠിക്കാനായിട്ട് പോകുന്നത് +1 ഇന്ത്യൻ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിസിയോഗ്രഫിക്കലി ഇന്ത്യക്ക് എത്ര ഡിവിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഡിവിഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പൊതുവായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോർഷൻ നോക്കാം, ഫിസിയോഗ്രഫി. ഇപ്പോൾ ഫിസിയോഗ്രഫി ഓഫ് ആൻ ഏരിയ ഈസ് ദി ഔട്ട്കം ഓഫ് സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഏരിയയുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സും അതുപോലെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു ഏരിയയുടെ ഫിസിയോഗ്രഫി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം വലിപ്പത്തിൽ ലോകത്തിൽ 7ാം സ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് നമ്മുടെ രാജ്യത്തിന് ഉള്ളത്. അപ്പോൾ ഈ ഫിസിയോഗ്രഫിക്കൽ വേരിയേഷൻസിൻ്റെ ആ ഒരു ബേസിൽ നമ്മുടെ രാജ്യത്ത് നിരവധി കാറ്റഗറൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഓരോ കാറ്റഗറീസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഓരോ കാറ്റഗറീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൗണ്ടൻ. ദ സെക്കൻഡ് വൺ, നോർത്തേൺ പ്ലെയിൻ. തേർഡ് വൺ, പെനിൻസുലാർ പ്ലേറ്റോ. ഫോർത്ത് വൺ, ഇന്ത്യൻ ഡെസേർട്ട്. ഫിഫ്ത്ത് വൺ, കോസ്റ്റൽ പ്ലെയിൻ. ആൻഡ് സിക്സ്ത് വൺ, ദി ഐലൻഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ഫിസിയോഗ്രഫി എന്താണെന്ന് പറഞ്ഞു. ഫിസിയോഗ്രഫി എന്ന് പറയുന്ന എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രക്ചർ ഉണ്ട്, പ്രോസസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഏരിയയുടെ ഫിസിയോഗ്രഫി എന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യം വലിപ്പത്തിൽ ലോകത്ത് എത്രാം സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഫിസിയോഗ്രഫിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിസിയോഗ്രഫിക്കൽ വേരിയേഷൻസ് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് നിരവധി കാറ്റഗറൈസേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ കാറ്റഗറീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഏതൊക്കെ? നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൗണ്ടൻ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നോർത്തേൺ പ്ലെയിൻ. തേർഡ് വൺ, പെനിൻസുലാർ പ്ലേറ്റോ. ഫോർത്ത് വൺ, ഇന്ത്യൻ ഡെസേർട്ട്. ഫിഫ്ത്ത് വൺ, കോസ്റ്റൽ പ്ലെയിൻ. ആൻഡ് സിക്സ്ത് വൺ, ഐലൻഡ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ. അപ്പോൾ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ അതായത് വടക്ക് ഭാഗത്തും അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തുമുള്ള മലനിരകളാണ് നമ്മൾ, അല്ലെങ്കിൽ പർവ്വതനിരയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പേര് പോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹിമാലയാസ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോർത്തും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും ആയതുകൊണ്ട് തന്നെ ഇത് ഏതൊക്കെ ഏരിയയാണ് ഇത് കവർ ചെയ്യുന്നത്? ഈ ഒരു ഫിസിയോഗ്രഫിക്കലായിട്ടുള്ള കാറ്റഗറി കവർ ചെയ്യുന്നത് ഹിമാലയയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽസുമാണ്. ആര് കവർ ചെയ്യുന്നത്? ഈ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ കവർ ചെയ്യുന്നത്. അപ്പോൾ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ കവർ ചെയ്യുന്ന ഏതൊക്കെ റേഞ്ചസ് ആണ്? നോർത്തിൽ ഹിമാലയൻ റേഞ്ചസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട്? നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് ഉണ്ട്. അപ്പോൾ നോർത്തേൺ ഹിമാലയയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ ഹിൽസും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏതിൽ കവർ ചെയ്യുന്നുണ്ട്? ഈ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ കാറ്റഗറിയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഹിമാലയാസ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് പാരലൽ മൗണ്ടൻ റേഞ്ചസ്. അപ്പോൾ ഹിമാലയ നമ്മൾ പറഞ്ഞപ്പോൾ ഹിമാലയത്തിൽ എന്തുണ്ട്? പാരലൽ ആയിട്ടുള്ള സമാന്തരമായിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ട മൗണ്ടൻ റേഞ്ചസ് 3 അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിമാദ്രി, സെക്കൻഡ് വൺ ഹിമാചൽ, തേർഡ് വൺ ഷിവാലിക്. അപ്പോൾ ഏതൊക്കെയാണ് പാരലൽ ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്? ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ഷിവാലിക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ എന്ന് പറയുന്നത് ഹിമാലയയും നോർത്ത് ഈസ്റ്റേൺ ഹിൽസും ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ നോർത്തേൺ ഹിൽസിൽ അല്ലെങ്കിൽ ഹിമാലയത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? പാരലൽ മൗണ്ടൻ റേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പാരലൽ മൗണ്ടൻ റേഞ്ചസിൽ പറയേണ്ട 3 പ്രധാനപ്പെട്ട പാരലൽ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഹിമാദ്രി ഉണ്ട്, ഹിമാചൽ ഉണ്ട്, അതുപോലെ തന്നെ ഷിവാലിക് ഉണ്ട്. ഈ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഹിമാലയ എന്ന് പറയുന്നത് എത്രയാണ്? 2500 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ ലെങ്ത് എത്രയാണ്? 2500 കിലോമീറ്റേഴ്സ് ആണ് ഇന്ത്യയിൽ ഉള്ള ഹിമാലയത്തിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 2500 കിലോമീറ്റേഴ്സ് ആണ് ഏതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്? ഇന്ത്യൻ ബോർഡറിൽ വരുന്ന ഹിമാലയത്തിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫിസിയോഗ്രഫിക്കലി കാറ്റഗറീസ് നടത്തി. അതിൽ ഫസ്റ്റ് കാറ്റഗറി ആയിരുന്നു ഏതെന്ന് പറയുന്നത്? ഈ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ എന്ന് പറയുന്നത്. ഇനി ഈ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടനെ റിലീഫ്, അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ഓഫ് റേഞ്ചസ്, അതുപോലെ ജിയോ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, ഇതിൻ്റെ എല്ലാം പേരിൽ കാറ്റഗറീസ് വീണ്ടും നമ്മൾ നടത്തുന്നുണ്ട്. അതായത് ഫർദർ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഏതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഈ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടനെ ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? റിലീഫിൻ്റെ ബേസിലുണ്ട്,
അതുപോലെ തന്നെ അലൈൻമെൻറ്റ് റേഞ്ചസ് ഉണ്ട്, അതുപോലെ അതർ ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, അലൈൻമെൻറ്റ് ഓഫ് റേഞ്ചസ്, അതുപോലെ റിലീഫ്, ഇതിൻ്റെ എല്ലാം ബേസിൽ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൈനെ നമ്മൾ ഫർദർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 ക്ലാസിഫിക്കേഷൻസ് കൂടിയുണ്ട്. ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഇന്ത്യൻ ഫിസിയോഗ്രഫി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 6 എണ്ണം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൈൻ പറഞ്ഞു, അതുപോലെ നോർത്തേൺ പ്ലെയിൻ പറഞ്ഞു, പെനിൻസുലാർ പ്ലേറ്റോ പറഞ്ഞു, ഇന്ത്യൻ ഡെസേർട്ട് പറഞ്ഞു, കോസ്റ്റൽ പ്ലെയിൻ പറഞ്ഞു, അതുപോലെ തന്നെ ഐലൻഡ്സ് പറഞ്ഞു. ഇതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൗണ്ടൈനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൗണ്ടൈൻ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരും? ഹിമാലയാസും നോർത്ത് ഈസ്റ്റേൺ ഹിൽസും വരും. അതുപോലെ തന്നെ പാരലായിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ആയിട്ടുള്ള ഹിമാദ്രി, അതുപോലെ തന്നെ ഷിവാലിക് റേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 2500 കിലോമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റിലീഫ്, അലൈൻമെൻറ്റ് ഓഫ് റേഞ്ച് ആൻഡ് ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സിൻ്റെ ബേസിൽ നമ്മുടെ ഈ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൈനെ നമ്മൾ 5 ക്ലാസിഫിക്കേഷൻസ് നടത്തും. ഇനി ഏതൊക്കെയാണ് ആ 5 ക്ലാസിഫിക്കേഷൻസ് എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഏതാണ്? കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്. സെക്കൻഡ് കാറ്റഗറി ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. തേർഡ് വൺ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയ. ഫോർത്ത് വൺ അരുണാചൽ ഹിമാലയ. ഫിഫ്ത്ത് വൺ ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 5 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാമല്ലോ. ഫസ്റ്റ് വൺ കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയ. കാശ്മീരും അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് റേഞ്ചിലും വരുന്ന ഹിമാലയ സൈഡാണ് നമ്മൾ ആ ഒരു നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസിലെ ഫസ്റ്റ് പറയുന്ന കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. നമ്മൾ ആ കാശ്മീർ റേഞ്ച് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അവിടെ എന്തുണ്ട്? ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും ഉണ്ട്. അപ്പോൾ ആ റേഞ്ചിലുള്ള ഹിമാലയാണ് ഏതെന്ന് പറയുന്നത്? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഏതാണ്? ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയ. സിക്കിം അത് കഴിഞ്ഞു, അതിനിടയിൽ ഉത്തരാഖണ്ഡ് കഴിഞ്ഞാൽ പിന്നെ നേപ്പാളുണ്ട്. നേപ്പാൾ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും പിന്നെ എവിടെയാണ് വരുന്നത്? അവിടെ സിക്കിമുണ്ട്. സിക്കിം കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമായിട്ടുള്ള ആ സെയിം പാരലൽ ലൈനിൽ വരുന്ന എന്തുണ്ട്? ഡാർജിലിംഗ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അപ്പോൾ ആ സിക്കിം ആൻഡ് ഡാർജിലിംഗ് എന്ന് പറയുന്ന ആ പ്രദേശം ഉൾപ്പെടുന്ന ഒരു ഹിമാലയൻ റേഞ്ചാണ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് അരുണാചൽ ഹിമാലയ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ് ആണ്? അരുണാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹിമാലയൻ റേഞ്ചാണ് ഏതെന്ന് പറയുന്നത്? അരുണാചൽ ഹിമാലയ എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ കാറ്റഗറി ഏതാണ്? ഈസ്റ്റേൺ ഹിൽ ആൻഡ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അരുണാചൽ പ്രദേശ് കഴിഞ്ഞിട്ട് അതിന് താഴെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൗത്ത് പോർഷനിലുള്ള മിസോറാം, മണിപ്പൂർ ഉൾപ്പെടെയുള്ള മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹില്ലി റേഞ്ചസ് ആണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുക? ഈ ഈസ്റ്റേൺ ഹിൽ ആൻഡ് മൗണ്ടെയിൻ എന്ന് പറയുന്ന ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ സബ് കാറ്റഗറി ഓഫ് നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിനിൽ നമ്മൾ പെടുത്തുക. ഇതിൽ നമുക്ക് ഓരോ സബ് കാറ്റഗറിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയ. അപ്പോൾ കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത് സിന്ധു നദിക്കും അതുപോലെ തന്നെ അതിൻ്റെ പോഷക നദിയായിട്ടുള്ള രവി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ്സ് ലൈസ് ബിറ്റ്വീൻ റിവർ ഇൻഡസ് ആൻഡ് രവി. അപ്പോൾ ഇൻഡസിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് രവി എന്ന് പറയുന്നത്. അപ്പോൾ ആ രവി നദിക്കും അതുപോലെ തന്നെ ഇൻഡസ് മെയിൻ റിവറായിട്ടുള്ള ഇൻഡസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഏത് കാണപ്പെടുന്നത്? കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ് കാണപ്പെടുന്നത്. ഈ ഒരു റേഞ്ചിലെ പ്രധാനപ്പെട്ട ഹിൽ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് കാശ്മീർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയയിലെ പ്രധാനപ്പെട്ട ഹിൽ റേഞ്ചസ് ആണ് കാരക്കോണം, ലഡാക്ക്, സസ്കർ, അതുപോലെ തന്നെ പീർ പാഞ്ചാൽ. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു കാശ്മീർ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയയിലെ ഹിൽ റേഞ്ചസ് എന്ന് പറയുന്നത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹിൽ റേഞ്ചസ് എന്ന് പറയുന്നത് കാരക്കോണമുണ്ട്, അതുപോലെ തന്നെ ലഡാക്ക് ഉണ്ട്, സസ്കർ ഉണ്ട്, അതുപോലെ തന്നെ പീർ പാഞ്ചാൽ ഉണ്ട്. ഈ ഏരിയയിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നംഗപർബതാണ്. അപ്പോൾ ഏതാണ് ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്? ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നംഗപർബതാണ്. ഇവിടുത്തെ ഹിൽ റേഞ്ചസ് ഏതൊക്കെയായിരുന്നു? കാരക്കോണമുണ്ട്, ലഡാക്കുണ്ട്, സസ്കർ ഉണ്ട്, അതുപോലെ തന്നെ പീർ പാഞ്ചാലുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ഏതൊക്കെ നദികൾക്ക് ഇടയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇൻഡസും അതുപോലെ തന്നെ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള രവി നദിക്കും ഇടയിലാണ് കാശ്മീർ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഏരിയയിലെ അതായത് കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസിലെ പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് അതായത് ഹിമാദ്രികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഗ്ലേഷ്യേഴ്സ് നോക്കുമ്പോൾ ഒന്ന് ബാൽട്ടറോ ഉണ്ട്, അതുപോലെ തന്നെ സിയാച്ചിൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്?
ബാൽട്രോ ഉണ്ട്, അതുപോലെ തന്നെ സിയാച്ചിൻ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. ബാൽട്രോ അതുപോലെ തന്നെ സിയാച്ചിനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ്. ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് ഏതായിരുന്നു? നംഗ പർവ്വതമാണ് ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക്. അതുപോലെ തന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് കാർവ ഫോർമേഷന് വളരെ ഫേമസ് ആണ്. കാർവ ഫോർമേഷന് വളരെ ഫേമസ് ആണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കാശ്മീർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാർവ ഫോർമേഷന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. കാർവ ഫോർമേഷൻ എന്തിനാണ് ഹെൽപ്ഫുൾ എന്ന് ചോദിച്ചാൽ സാഫ്രോൺ കൾട്ടിവേഷനെ ഇത് വളരെ ഫേവറബിൾ ആയിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുങ്കുമം. അതായത് നമുക്കറിയാം കാശ്മീർ എന്ന് പറയുമ്പോഴേ കുങ്കുമപ്പൂ അതിൻ്റെ സ്ഥലമാണ് കാശ്മീർ. അപ്പോൾ ഈ സാഫ്രോൺ കൾട്ടിവേഷന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള കാർവ ഫോർമേഷൻ ഏത് ഏരിയയുടെ അല്ലെങ്കിൽ ഏത് റീജിയൻ്റെ ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയ റേഞ്ചസിൻ്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട പാസസ് അഥവാ ചുരങ്ങളാണ് സോജില ഓൺ ദി ഗ്രേറ്റ് ഹിമാലയാസ്. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗമാണ്. ഗ്രേറ്റ് ഹിമാലയാസിൽ ഉള്ള പാസ് ഏതാണ്? സോജില പാസ് ഉണ്ട്. സോജില പാസ് ഓൺ ഗ്രേറ്റ് ഹിമാലയാസ്. അതുപോലെ തന്നെ ബാനിഹൽ ഓൺ പീർ പാഞ്ചാൽ. ഇപ്പോൾ പീർ പാഞ്ചാൽ റേഞ്ച് ഏതാണെന്ന് പറഞ്ഞു? ഒരു ഹിൽ റേഞ്ച് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ പീർ പാഞ്ചാൽ റേഞ്ചിലുള്ള ഒരു പാസ്സാണ് ഏതെന്ന് പറയുന്നത്? ബാനിഹൽ എന്ന് പറയുന്ന ഈ പാസ്. അപ്പോൾ ബാനിഹാൾ പാസിൻ്റെ എവിടെയാണതുള്ളത്? പീർപാഞ്ചാൽ ഹില്ലി റേഞ്ചിലാണ് ഏതുള്ളത്? ബാനിഹാൾ പാസ് ഉള്ളത്. അതുപോലെ തന്നെ ഫോഫുല ഓൺ സസ്കർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സസ്കറും പീർപാഞ്ചാൽ പോലെ തന്നെ എന്താണ്? ഒരു ഹിൽ റേഞ്ചാണ്. അപ്പോൾ ആ സസ്കർ ഏരിയയിലുള്ള പാസ് ഏതാണ്? ഫോഫുല പാസ്സാണ് സസ്കർ ഏരിയയിലുള്ളത്. അതുപോലെ തന്നെ കേഡർ ഡങ്ക്, ഇത് എവിടെയാണ് ഈ കേഡർ ഡങ്ക് ഉള്ളത്? അത് ലഡാക്കിലാണ്. അപ്പോൾ ലഡാക്കിലാണ് ഏതുള്ളത്? ഈ കേഡർ ഡങ്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞ പാസസ് എന്ന് പറയുന്നത്? അതായത് ചുരങ്ങൾ എന്ന് പറയുന്നത് സോജില പാസ് ഉണ്ട്, അതുപോലെ തന്നെ ബാനിഹാൾ പാസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോഫുല പാസ് ഉണ്ട്, അതുപോലെ കേഡർ ഡങ്ക് പാസ് ഉണ്ട്. കേഡർ ഡങ്ക് പാസ്, ഫോഫുല പാസ്, ബാനിഹാൾ പാസ്, അതുപോലെ തന്നെ സോജില പാസ്. അതായത് ഇതൊക്കെയാണ് ഈ കാശ്മീർ അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ ഹിമാലയ കാറ്റഗറിക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളെന്ന് പറയുന്നത്. ഈ ഏരിയയിലുള്ള അതായത് കാശ്മീർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ലേക്സ് ആണ് ഡാലും അതുപോലെ തന്നെ ഊളറും. അപ്പോൾ ഊളർ തടാകവും അതുപോലെ തന്നെ ഡാൽ തടാകവുമാണ് ഈ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ, അതായത് ഫ്രഷ് വാട്ടർ ലേക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഊളർ ലേക്ക് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയുടെ മാപ്പിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഊളറാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഏത് ഭാഗത്തായിട്ടായിരിക്കണം? ഈ കാശ്മീർ അതുപോലെ നോർത്ത് വെസ്റ്റേൺ ഹിമാലയ റേഞ്ചിലായിരിക്കണം നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യേണ്ട പോർഷൻസ് എല്ലാം ഏതിലാണ് വരുന്നത്? ഇതുപോലുള്ള സബ് പോയിന്റ്സിലാണ് വരുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ നോക്കി വയ്ക്കേണ്ട പോയിന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏത് പോയിന്റ് ആയിരുന്നു? ഈ കാശ്മീർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ലേക്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏതായിരുന്നു അത്? ഡാലുണ്ട്, അതുപോലെ തന്നെ വൂളറുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാശ്മീർ നോർത്ത് വെസ്റ്റേൺ റേഞ്ചിലുള്ള സോൾട്ട് വാട്ടർ ലേക്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് സോൾട്ട് വാട്ടർ ലേക്സ് എന്ന് നോക്കാം. പാങ്യാങ് സോ, അതുപോലെ തന്നെ സോ മോറി. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാങ്യാങ് സോ ഉണ്ട്, അതുപോലെ തന്നെ സോ മോറി. ഇത് ആ ലഡാക്ക് ഭാഗത്ത് വരുന്നത് കൊണ്ടാണ് ഇതിന് ഈ ഒരു ചൈനീസ് സ്ലാങ് എന്ന പേര് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആ സാൾട്ട് വാട്ടർ ലേക്സ് ഏതൊക്കെയാണ്? പാങ്യാങ് സോ, അത് ഒന്ന്. രണ്ടാമത്തേത് സോ മോറി. പാങ്യാങ് സോ, അതുപോലെ തന്നെ സോ മോറി. ഈ 2 എണ്ണമാണ് ഏതെന്ന് പറയുന്നത്? ഈ കാശ്മീർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയ റേഞ്ചിൽ വരുന്ന സോൾട്ട് വാട്ടർ ലേക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ് ഉണ്ട്, അതുപോലെ തന്നെ ഝലമുണ്ട്, ചിനാബ് ഉണ്ട്. ഇൻഡസ്, ഝലം, ചിനാബ്. അതുപോലെ ഈ ഝലം, ചിനാബ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ രവി എന്ന് പറഞ്ഞതുപോലെ തന്നെ സിന്ധു നദിയുടെ, അതായത് ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഏതൊക്കെയെന്ന് പറയുന്നത്? ഝലം, ചിനാബ് എന്ന് പറയുന്നത് ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിലുള്ള പ്രധാനപ്പെട്ട റിവേഴ്സ് ഏതൊക്കെയാണ്? ഇൻഡസ്, ഝലം, ചിനാബാണ് പ്രധാനപ്പെട്ട റിവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൈഷ്ണോ ദേവി ടെമ്പിൾ, അമർനാഥ്, അതുപോലെ തന്നെ ഷാറി ഷെരീഫ്. ഏതൊക്കെയാണ്? ഷാറി ഷെരീഫ്, അമർനാഥ്, അതുപോലെ തന്നെ വൈഷ്ണോ ദേവി ടെമ്പിൾ. ഇതെല്ലാം എവിടുത്തെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ് ആണ്? ഇതെല്ലാം കാശ്മീർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയൻ റേഞ്ചിലുള്ള പ്രധാനപ്പെട്ട
പിൽഗ്രിം സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ കാശ്മീർ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? ഇത് ഇൻഡസിനും അതുപോലെ തന്നെ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള രവിക്കും ഇടയിലുള്ള പ്രദേശമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഹിൽ റേഞ്ചസ് ആണ് കാരക്കോണം, ലഡാക്ക്, സസ്കർ, പീർപ്പാഞ്ചാൽ എന്ന് പറഞ്ഞു. ഹയസ്റ്റ് പീക്ക് നംഗപർവ്വതാണെന്ന് പറഞ്ഞു. ഗ്ലേഷ്യേഴ്സ് ആയിട്ട് ബാൾട്ടണും സിയാച്ചിനും ഉണ്ടെന്ന് പറഞ്ഞു. കാർവ ഫോർമേഷൻ ഇത് വളരെ ഫേമസ് ആണ്. കാരണം കാർവ എന്ന് പറയുന്നത് ഏതിൻ്റെ കൃഷിക്ക് സഹായിക്കുന്നു? സാഫ്രോൺ അഥവാ കുങ്കുമത്തിൻ്റെ കൃഷിക്ക് സഹായിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുരങ്ങൾ അഥവാ പാസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഏതൊക്കെയായിരുന്നു അത്? സോജില പാസ് ഉണ്ടായിരുന്നു, ബാനിഹാൾ പാസ് ഉണ്ടായിരുന്നു, ഫോഫുല പാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഖേഡർഡങ് പാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്രഷ് വാട്ടർ ലേക്സ് നോക്കി. ഊളർ, ഡാൽ എന്ന് പറഞ്ഞ് 2 ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ് നോക്കിയത്? സോൾട്ട് വാട്ടർ ലേക്സ് ഏതൊക്കെയാണെന്ന് നോക്കി. അത് നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ചൈനീസ് സ്ലാങ് കലർന്ന 2 വാക്കുകളായിരുന്നു, അല്ലെങ്കിൽ 2 പേരായിരുന്നു അത്. അതാണ് പ്യാങ്യാങ് സോയും അതുപോലെ തന്നെ സോമോറിയും അതുപോലെ തന്നെ പ്യാങ്യാങ് സോയും ആയിരുന്നു ആ 2 സോൾട്ട് വാട്ടർ ലേക്സ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇൻഡസ്, ഝലം, ചിനാബാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിൽഗ്രിം സെൻറ്റേഴ്സ് നോക്കി. ഏതൊക്കെയായിരുന്നു അത്? വൈഷ്ണോദേവി ടെമ്പിൾ ഉണ്ട്, അമർനാഥ് ഉണ്ട്, അതുപോലെ തന്നെ ഷാരി ഷെരീഫ് ഉണ്ട്. ഷാരി ഷെരീഫ്, അമർനാഥ്, അതുപോലെ തന്നെ വൈഷ്ണോദേവി ടെമ്പിൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ്. എവിടെയുള്ളതാണ്? ഈ കാശ്മീർ അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ ഹിമാലയൻ റേഞ്ച്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ള ഹിമാലയൻ റേഞ്ച് ഏതാണ്? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. അപ്പോൾ ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രവിക്കും അതുപോലെ തന്നെ കാളിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? രവി നദി നമ്മൾ പറഞ്ഞു. ഏതിൻ്റെ ട്രിബ്യൂട്ടറി ആണെന്ന് നമ്മൾ പറഞ്ഞു? ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള രവിക്കും അതുപോലെ തന്നെ കാളിക്കും ഇടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. രവിയുണ്ട്, ബിയാസ് ഉണ്ട്, സത്ലജ് ഉണ്ട്, യമുനയുണ്ട്, അതുപോലെ തന്നെ ഖഗാരിയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഖഗാരിയ, യമുന, സത്ലജ്, ബിയാസ്, അതുപോലെ തന്നെ രവി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ. ഏത് റേഞ്ചിലുള്ള? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. അപ്പോൾ ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഉത്തരാഞ്ചൽ ഹിമാലയാസ് റേഞ്ചസ് എന്ന് പറയുന്നത് രവിക്കും കാളിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് രവി, ബിയാസ്, സത്ലജ്, യമുന, ഖഗാരിയയാണ്. ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ധർമ്മശാല, മുസോറി, ഷിംല ഇതാണ്. അപ്പോൾ നമ്മൾ ധർമ്മശാലയും ഷിംലയും നമുക്കറിയാം ഹിമാചൽ റേഞ്ചിലുള്ളതാണ്. അതുപോലെ മുസോറി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് റേഞ്ചിലുള്ളതാണ്. അപ്പോൾ ഈ ഹിൽ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ധർമ്മശാല, ഷിംല, മുസോറി, ഇതൊക്കെ ഏത് പ്രദേശത്തെ ഹിൽ സ്റ്റേഷൻസ് ആണ്? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ആണ്. ഇവിടുത്തെ ഒരു പീക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നന്ദദേവി പീക്കാണ്. നമ്മൾ മറ്റിടത്ത് ഏതായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാശ്മീർ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസിൽ നമ്മൾ പറഞ്ഞത് നംഗ പർവ്വതാണ്. നമ്മൾ ഇവിടെ പറയുന്നത് ഏതാണ്? നന്ദദേവിയാണ്. മറ്റേത് നംഗ പർവ്വത്, ഇത് നംഗദേവി, മാറിപ്പോവരുത്. നന്ദദേവിയാണ് ഏതെന്ന് പറയുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസിൽ പറയുന്നത് പീക്ക് എന്ന് പറയുന്നത് ഏതാണ്? നന്ദദേവി പീക്കാണ്. കാശ്മീർ റേഞ്ചിൽ പറഞ്ഞതായിരുന്നു നംഗ പർവ്വതമായിരുന്നു. ഇനി ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയസ് റേഞ്ചിൽ വരുന്ന പ്രധാനപ്പെട്ട ഡൂൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൂൺ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു ജിയോ മോർഫോളജിക്കലായിട്ടുള്ള ഒരു ലാൻഡ് ഫോമാണ് ഡൂൺ എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഡൂൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെറാഡൂൺ നമുക്കറിയാം. ഏതിൻ്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ? ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡെറാഡൂൺ ഉണ്ട്. അതുപോലെ തന്നെ കോട്ടാഡൂൺ ഉണ്ട്, അതുപോലെ കാൽക്കാഡൂൺ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ റേഞ്ചിൽ വരുന്ന പ്രധാനപ്പെട്ട ഡൂൺസ് എന്ന് പറയുന്നത്? ഡെറാഡൂൺ, കോട്ടാഡൂൺ, അതുപോലെ തന്നെ കാൽക്കാഡൂൺ. ഇപ്പോൾ ഡെറാഡൂൺ, കോട്ടാഡൂൺ, കാൽക്കാഡൂൺ ഇതൊക്കെ ഏത് റേഞ്ചിൽ വരുന്ന പ്രധാനപ്പെട്ട ഡൂൺസ് ആണ്? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസിൽ വരുന്ന പ്രധാനപ്പെട്ട ഡൂൺസ് ആണ്. അതുപോലെ തന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഒരു വാലി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഫ്ലവർ നന്നായിട്ട് വളരുന്ന ഒരു റേഞ്ചാണ് എന്ന് പറയുന്നത് ഈ ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ റേഞ്ചിലെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ് ആണ് ഏതൊക്കെ? ഗംഗോത്രി ഉണ്ട്, അതുപോലെ തന്നെ യമുനോത്രി ഉണ്ട്, കേദാർനാഥ് ഉണ്ട്, ബദ്രിനാഥ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി ഇതൊക്കെ എന്താണ്? ഈ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ് ആണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്? ഗംഗോത്രി, യമുനോത്രി, അതുപോലെ തന്നെ കേദാർനാഥ്, ബദ്രിനാഥ്. ഇനി ഈ ഏരിയയിൽ താമസിക്കുന്ന ലോക്കലൈറ്റ്സിനെ ബോത്തിയാസ് എന്ന് പറയും. ലോക്കലൈറ്റ്സ് ആകുമ്പോൾ അവിടെ താമസിക്കുന്ന ലോക്കലായിട്ടുള്ള ആളുകളാണ്. ആ ഒരു വിഭാഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോത്തിയാസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുണ്ട്. അതാണ് 5 നദികളുടെ സംഗമം. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 നദികളെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ്. അതിനെ നമ്മൾ
പഞ്ച് പ്രയാഗ് എന്ന് പറയും. പഞ്ച് പ്രയാഗാസ്, കാരണം അതിൻ്റെ എല്ലാത്തിൻ്റെയും പേരിൽ പ്രയാഗ് എന്നുണ്ട്, അതുകൊണ്ടാണ് പഞ്ച് പ്രയാഗാസ് എന്ന് പറയുന്നത്. ഇതൊരു റിവർ കോൺഫ്ലുവൻസ് ആണ്, അതായത് പഞ്ച് നദികളുടെ ഒരു സംഗമമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിഷ്ണുപ്രയാഗുണ്ട്, ദേവപ്രയാഗുണ്ട്, രുദ്രപ്രയാഗുണ്ട്, കർണപ്രയാഗുണ്ട്, അതുപോലെ തന്നെ നന്ദപ്രയാഗുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് 5 നദികൾ എന്ന് പറയുന്നത്? വിഷ്ണുപ്രയാഗ്, ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, നന്ദപ്രയാഗ്. നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്, അതുപോലെ തന്നെ വിഷ്ണുപ്രയാഗ്. ഈ 5 നദികളുടെയും സംഗമവും ഏത് പ്രദേശത്തിൻ്റെ ഒരു സവിശേഷതയാണെന്ന് പറയുവാനായിട്ട് സാധിക്കും? ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ റേഞ്ചിൻ്റെ സവിശേഷതയാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസിൽ എന്തൊക്കെയാണ് നോക്കിയത്? അത് ഏതൊക്കെ നദികൾക്കിടയിലുള്ള പ്രദേശമാണെന്ന് പറഞ്ഞു. രവി നദിക്കും കാളി നദിക്കും ഇടയിലുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ആണ് ധർമ്മശാല, ഷിംല, മുസോറി എന്ന് നോക്കി. ഇവിടെയുള്ള പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോൾ നമ്മൾ രവി, ബിയാർ, സത്ലജ്, യമുന, അതുപോലെ തന്നെ ഖഗാരിയ ഉണ്ടെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട പീക്ക് ഏതാണെന്ന് പറഞ്ഞു? നന്ദദേവിയാണെന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൂൺസ് നോക്കി ഡെറാഡൂൺ, അതുപോലെ തന്നെ കോട്ടാഡൂൺ, കാൽക്കാഡൂൺ തുടങ്ങിയവ പ്രധാനപ്പെട്ട ഡൂൺസ് ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ലോക്കലൈറ്റ്സിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ബോത്തിയാസ് എന്നാണ് നമ്മൾ ഇവിടുത്തെ ലോക്കലൈറ്റ്സിനെ പറയുന്ന പേര്. അതുപോലെ തന്നെ ഇത് എന്തിന് ഫേമസ് ആണെന്ന് പറഞ്ഞു? വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന പേരിൽ ഈ ഏരിയ എന്താണെന്ന് പറഞ്ഞു? ഇത് വളരെയധികം ഫേമസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ റേഞ്ചിൽ വരുന്ന പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്? ഗംഗോത്രി ഉണ്ടായിരുന്നു, യമുനോത്രി ഉണ്ടായിരുന്നു, കേദാർനാഥ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബദ്രിനാഥ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 നദികളുടെ സംഗമം, അതായത് പഞ്ച് പ്രയാഗ്സ് എന്ന് പറയുന്ന റിവർ കോൺഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏത് റീജിയനിൽ? ഈ ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് റേഞ്ചിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? വിഷ്ണുപ്രയാഗ്, ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, അതുപോലെ തന്നെ നന്ദപ്രയാഗ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷത എന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് 3rd കാറ്റഗറിയാണ്. അതാണ് ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 2 റേഞ്ചിനേക്കാളും അല്പം കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതും എന്നാൽ റിലേറ്റീവ്ലി സ്മോൾ സൈസിലുള്ളതുമാണ് ഏതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ് എന്ന് പറയുന്നത് കാളി നദിക്കും തിസ്ത നദിക്കും ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ റേഞ്ചിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കാളി നദിക്കും തിസ്ത നദിക്കും ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തിസ്ത എന്ന് പറയുന്ന നദി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു റിവറാണ്. അതിൻ്റെ പേരിലാണ് ആ തിസ്ത നദി ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ തിസ്ത എന്ന് പറയുന്ന ആ ഒരു റിവറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? അതൊരു ഫാസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. അതുപോലെ തന്നെ ഈ ഡാർജിലിംഗ് സിക്കിം ഹിമാലയ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്മോൾ ആണെങ്കിലും അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഏതൊക്കെ നദികൾക്കിടയിലാണ്? കാളി നദിക്കും തിസ്ത നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ റേഞ്ചിലുള്ള പ്രധാനപ്പെട്ട പീക്കാണ് കാഞ്ചൻജംഗ. അതായത് ഇന്ത്യൻ ഹിമാലയത്തിലെ ഹയസ്റ്റ് ആയിട്ടുള്ള റേഞ്ചും ഏത് തന്നെയാണ്? ഈ കാഞ്ചൻജംഗ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് തന്നെയാണ്. അതാണ് നമ്മുടെ ഈ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയ സ്മോൾ സൈസ് ആണെങ്കിലും അതിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആക്കി തീർക്കുന്നത് എന്തിൻ്റെ പ്രസൻസ് ആണ്? ഈ കാഞ്ചൻജംഗ എന്ന് പറയുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കിൻ്റെ ഈ ഒരു പ്രസൻസ് ആണ്. ഇവിടുത്തെ ലോക്കലൈറ്റ്സിനെ നമ്മൾ ലേപ്ച എന്ന് പറയും. നമ്മൾ നേരത്തെ ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് പറഞ്ഞപ്പോൾ അവിടുത്തെ ലോക്കലൈറ്റ്സിനെ എന്തെന്ന് പറഞ്ഞു? നമ്മൾ അവിടുത്തെ ലോക്കലൈറ്റ്സിനെ വിളിച്ച പേരാണ് ബോത്തിയാസ്. എന്നാൽ നമ്മൾ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയത്തിലെ ലോക്കലൈറ്റ്സിനെ എന്തെന്ന് പറയുന്നു? ലേപ്ചാസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഡുവാർ ഫോർമേഷൻസ് എന്തിനെ സഹായിക്കുന്നു? ടീ ഗാർഡൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു. അപ്പോൾ ഡുവാർ ഫോർമേഷൻ ഏത് ഏരിയയുടെ ഒരു ക്യാരക്ടറാണെന്ന് പറയാം? ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് ഏതെന്ന് പറയാം? ഡുവാർ ഫോർമേഷൻസ് എന്ന് പറയാം. ഈ ഡുവാർ ഫോർമേഷൻസ് എന്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്? ടീ ഗാർഡൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു കാശ്മീർ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയൻ റേഞ്ച് പറഞ്ഞപ്പോഴും ഇതിന് സിമിലർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു. അത് ഏതായിരുന്നു? അതൊന്ന് കാർവ ഫോർമേഷൻ ആയിരുന്നു. അതെന്തിനാണ് സഹായിച്ചത്? സാഫ്രോൺ കൾട്ടിവേഷനെയാണ് സഹായിച്ചത്. ഇവിടെ വരുമ്പോൾ അത് ഏതായിരുന്നു? ഇവിടെ അത് ഡുവാർ ഫോർമേഷനാണ്. അത് എന്തിനാണ് സഹായിക്കുന്നത്? ടീ ഗാർഡൻസിനെയാണ് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് റിലേറ്റീവ്ലി സ്മോൾ ആണ്, അതുപോലെ തന്നെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ടാണ്. അതുപോലെ കാളി നദിക്കും തിസ്ത നദിക്കും ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. കാഞ്ചൻജംഗ എന്ന് പറയുന്ന ഹയസ്റ്റ് പീക്കാണ്. റിലേറ്റീവ്ലി സ്മോൾ സൈസ് ആണ് ഈ ഡാർജിലിംഗ് സിക്കിം ഹിമാലയ എങ്കിലും ഇതിനെ ഇത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആക്കി തീർക്കുന്നതെന്ന് പറഞ്ഞു.
ഇവിടുത്തെ ലോക്കലൈറ്റ്സിനെ എന്തെന്ന് വിളിക്കുമെന്ന് പറഞ്ഞു? ലേപ്ചാസ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഡുവാർ ഫോർമേഷൻസ് ഉണ്ട്. അത് എന്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുമെന്ന് പറഞ്ഞു? ടീ ഗാർഡൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള കാറ്റഗറിയാണ് അരുണാചൽ ഹിമാലയാസ്. അപ്പോൾ അരുണാചൽ ഹിമാലയാസ് എന്ന് പറയുന്നത് തിസ്ത നദി മുതൽ ഡിഹാങ് നദി വരെയാണ് ഏതെന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അരുണാചൽ ഹിമാലയാസിൻ്റെ എക്സ്റ്റൻഷൻ എവിടം തൊട്ട് എവിടം വരെയാണ്? തിസ്ത മുതൽ ഡിഹാങ് വരെയാണ് അരുണാചൽ ഹിമാലയത്തിൻ്റെ എക്സ്റ്റൻഷൻ. ഈ ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട പീക്സ് ആണ് കാങ്ഡു, നംജബർവ തുടങ്ങിയവയാണ് ഈ റേഞ്ചിലുള്ള പ്രധാനപ്പെട്ട പീക്സ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? അരുണാചൽ ഹിമാലയാസ് എന്ന് പറയുന്നത് തിസ്ത നദി മുതൽ ഡിഹാങ് നദി വരെയാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. ഈ ഏരിയയിലുള്ള പ്രധാനപ്പെട്ട പീക്സ് ഏതൊക്കെയായിരുന്നു? ഗാങ്ടു ഉണ്ട്, അതുപോലെ തന്നെ നംജബർവ ഉണ്ട്. ഈ റേഞ്ചിലെ പ്രധാനപ്പെട്ട റിവേഴ്സാണ് കമാങ്, സുബസിരി, അതുപോലെ തന്നെ ദിഹാങ്, ദിബാങ്, ലോഹിത്ത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ റേഞ്ചിലുള്ള പ്രധാനപ്പെട്ട നദികൾ? ലോഹിത്ത് നദിയുണ്ട്, ലോഹിത്താണ് ലോഹിത്ത്, ദിബാങ്, ദിഹാങ്, സുബൻസിരി, അതുപോലെ തന്നെ കമാങ്. അപ്പോൾ കമാങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത് തുടങ്ങിയവയെല്ലാം ഏത് ഹിമാലയൻ റേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട റിവേഴ്സ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും? അരുണാചൽ ഹിമാലയസിനുള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട റിവേഴ്സ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ അരുണാചൽ ഹിമാലയൻ റേഞ്ചിലുള്ള പ്രധാനപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് മോൻബ ഡഫ, അബോർ, മിഷ്മി, നിഹി, അതുപോലെ തന്നെ നാഗാസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറയാനായിട്ട് സാധിക്കും? പ്രധാനപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്? നാഗാസ് ഉണ്ട്, നിഹീസ് ഉണ്ട്, മിൻഷി ഉണ്ട്, അബോർ ഉണ്ട്, അതുപോലെ തന്നെ മോൻപ ഡഫ. അപ്പോൾ ഏതൊക്കെയാണ്? മോൻപ ഡഫ, അബോർ, മിഷ്മി, നിഷി, അതുപോലെ തന്നെ നാഗാസ്. ഇതൊക്കെ ഏത് റേഞ്ചിലുള്ള പ്രധാനപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്? ഈ അരുണാചൽ ഹിമാലയാസിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഈ അരുണാചൽ പ്രദേശിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ അരുണാചൽ ഹിമാലയൻ റേഞ്ചിലുള്ള പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ ടൈപ്പ് എന്ന് പറയുന്നത് ജുമ്മിങ് ഓർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു ജുമ്മിങ് ആണ്. അതായത് അവർ ഒരു സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് അവിടെ വിളവെടുത്തതിന് ശേഷം അവിടെ തീയിട്ടതിന് ശേഷം അവർ മറ്റൊരു സ്ഥലത്തേക്ക് കൃഷി തുടങ്ങും. കാരണം എന്നിട്ട് അവിടെ വിളവെടുത്തതിന് ശേഷം അവിടെ തീയിട്ടിട്ട് ഇവർ ആദ്യം കൃഷി ചെയ്ത് തീയിട്ട് വെച്ചിരുന്ന പ്രദേശം എന്തായിട്ടുണ്ടാവും? വീണ്ടും ഫലഭൂയിഷ്ടമായിട്ടുണ്ടാവും. അവിടെ തിരിച്ചു വന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു കൾട്ടിവേഷൻ മെത്തേഡാണ് നമ്മൾ ജുമ്മിങ് ഓർ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ ഓർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രിമിറ്റീവ് പ്രാക്ടീസാണ് പ്രധാനമായിട്ട് ഈ ഒരു അരുണാചൽ ഹിമാലയാസിൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ കാറ്റഗറി ആയിട്ടുള്ള ഈസ്റ്റേൺ ഹിമാലയാസ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ അരുണാചൽ റേഞ്ച് കഴിഞ്ഞ് മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ വരുന്ന ഹില്ലി റേഞ്ചസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റേഞ്ചിന് ഡിഫറെൻറ്റ് നെയിംസ് ആണ് സാധാരണ പറയാറുള്ളത്. അതിൽ പട്കായ് ബം എന്ന് പറയാറുണ്ട്, അതുപോലെ നാഗാ ഹിൽസ് എന്ന് പറയാറുണ്ട്, മണിപ്പൂർ ഹിൽസ് എന്ന് പറയാറുണ്ട്, മിസോ ഹിൽസ് എന്നും പറയാറുണ്ട്. അപ്പോൾ നല്ല മിസോ ഹിൽസ് മിസോറാമുമായിട്ടും മണിപ്പൂർ ഹിൽസ് മണിപ്പൂരുമായിട്ടും നാഗാ ഹിൽസ് നാഗാലാൻഡുമായിട്ടും നമുക്ക് ഡയറക്റ്റ്ലി ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതേതാണ്? പട്കായ് ബം. അപ്പോൾ ഏതൊക്കെ പേരിലാണ് ഈ ഈസ്റ്റേൺ ഹിൽസ് അറിയപ്പെടുക? പട്കായ് ബം, നാഗാ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, അതുപോലെ തന്നെ മിസോ ഹിൽസ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദിയാണ് ഏതെന്ന് പറയുന്നത് ബരാക്ക്. അപ്പോൾ ബരാക്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നദിയാണ്. അതാണ് മണിപ്പൂരും മിസോറാമിലും കൂടിയുള്ള നദി എന്ന് പറയുന്നത് ഏത് നദിയാണ്? ഈ ബരാക്ക് നദിയാണ്. അതുപോലെ തന്നെ മണിപ്പൂരിൽ ഉള്ള ഒരു ലേക്കാണ് ലോക്ടക് ലേക്ക്. അപ്പോൾ മണിപ്പൂർ റേഞ്ചിൽ വരുന്ന ഒരു ലേക്കുണ്ട്, അതിൻ്റെ പേരെന്താണ്? ലോക്ടക് ലേക്കാണ്. അതുപോലെ തന്നെ മണിപ്പൂരിലും മിസോറാമിലും കൂടി ഒഴുകുന്ന നദിയുണ്ട്, അതേതാണ്? അത് ബരാക്ക് നദിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ലോകത്ത് തന്നെയുള്ള ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്താകെ ഒന്ന് മാത്രമേ അങ്ങനെയുള്ളൂ, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള നാഷണൽ പാർക്ക്. അത് ഈ ഒരു ഈസ്റ്റേൺ ഹിമാലയൻ റേഞ്ചിലാണ് ഉൾപ്പെടുന്നത്. അതിൻ്റെ പേരാണ് കെയ്ബു ലംജാവോ. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? കെയ്ബു ലംജാവോ എന്നാണ് അതിൻ്റെ പേര്. ഏതിൻ്റെ പേരാണ് കെയ്ബു ലംജാവോ എന്ന് പറയുന്നത്? ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഈ ഒരു നാഷണൽ പാർക്ക് അത് ഏത് സ്ഥലത്താണുള്ളത്? കെയ്ബു ലംജാവോ ഓർ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഏതിനെയാണ്? ഈ കെയ്ബു ലംജാവോയെ നമ്മൾ പറയുന്നത്. അത് ഈ ഒരു ഈസ്റ്റേൺ ഹിമാലയൻ റേഞ്ചിനുള്ളിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് നോക്കാനുള്ള ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഉൾപ്പെടുത്തിയത്? നമ്മളതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയ റേഞ്ചസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? നമ്മൾ ഉൾപ്പെടുത്തിയത് അരുണാചൽ പ്രദേശ് കഴിഞ്ഞുള്ള നോർത്ത് ഈസ്റ്റേൺ ഹില്ലി റേഞ്ചസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് പല പേരുകളിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞു. പട്കായ് ബം, നാഗാ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, മിസോ ഹിൽസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മണിപ്പൂരിലും മിസോറാമിലും ഒഴുകുന്ന നദി ബരാക്കാണെന്ന് പറഞ്ഞു. മണിപ്പൂരിൽ ഒരു ലേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്? അതാണ് ലോക്ടക്.
അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് നമുക്ക് പറയാവുന്നത് ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ് ആയിട്ടുള്ള ഏതാണ് കെയ്ബു ലംജാവോയാണ്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ട് നോക്കിയത് ഏതൊക്കെയായിരുന്നു? നമ്മൾ ഫിസിയോഗ്രഫി എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാറ്റഗറീസ് നോക്കി. അതിലെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൈൻ പറഞ്ഞു, അതിനെ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ച ഏതൊക്കെയാണ്? കാശ്മീർ, നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്, അതുപോലെ തന്നെ ഹിമാചൽ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്, ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ്, അതുപോലെ അരുണാചൽ ഹിമാലയാസ്, അതുപോലെ ലാസ്റ്റ് പറഞ്ഞ ഈസ്റ്റേൺ ഹിമാലയാസ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ഈ പോർഷൻസിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് അതവരെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അധ്യാപകർ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതാണ്.